വടകര MDMA കേസിന്റെ വ്യാപ്തിയും ഗൗരവവും വീണ്ടും വർദ്ധിക്കുകയാണ്. പേരാമ്പ്ര BRCയിലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ നീഷ്മ VP യെയാണ് ഇന്ന് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നേരത്തെ അറസ്റ്റിലായ കീർത്തന, കാവ്യ എന്നിവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നീഷ്മയുടെ അറസ്റ്റ്. ഈ നീഷ്മയുടെ അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം എത്തിയതായി SIT കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതികൾ ലഹരി മാഫിയ സംഘവുമായി ബന്ധപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വഴിയാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഈ അറസ്റ്റിലായ 3 അധ്യാപികമാരും രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്നുകൂടി അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അറസ്റ്റിന് പിന്നാലെ തന്നെ നീഷ്മയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് വലിയ ഈ മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ട ഒരു നെറ്റ്വർക്കിൽ അവർ അംഗമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. പുതിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങൾ വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ പ്രതികളുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഈ കേസിലെ മറ്റൊരു പ്രധാന കണ്ണിയെ കൂടി പോലീസ് ഇന്ന് പിടികൂടിയിട്ടുണ്ട്. കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ജിജിൽ കുര്യാക്കോസിനെയാണ് അന്വേഷണ സംഘം വൈകിട്ട് കസ്റ്റഡിയിലെടുത്തത്. ജിജിൽ കുര്യാക്കോസ് പ്രത്യക്ഷത്തിൽ ഓൺലൈൻ ഡെലിവറി ബോയിയായാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷേ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഒരു വർഷത്തിനിടെ മാത്രം 1 കോടിയോളം രൂപയുടെ ലഹരി ഇടപാടുകൾ നടന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഈ അറസ്റ്റിലായ അധ്യാപികമാരുടെ അക്കൗണ്ടിലേക്കും ഇയാൾ പണം അയച്ചിരുന്നു എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായത്. അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് അന്വേഷണം എത്തുകയും ചെയ്തിട്ടുള്ളത്. ജിജിൽ കുര്യാക്കോസിന്റെ ഫോൺ വിശദമായി തന്നെ പരിശോധിച്ച് ഡിജിറ്റൽ തെളിവുകളും മറ്റ് ആരൊക്കെ ആയിട്ടാണ് കൂടുതൽ ഇടപാടുകൾ നടത്തിയിരുന്നത് അടക്കമുള്ള വിവരങ്ങൾ, തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിൽ കൂടിയാണ് അന്വേഷണ സംഘം ഉള്ളത്. കൂടുതൽ BRCയിലെ അധ്യാപകരിലേക്കും ഒപ്പം തന്നെ ഈ പ്രതികളുമായി ബന്ധമുള്ള മറ്റ് അധ്യാപകരിലേക്കും അന്വേഷണം നീളുമെന്നാണ് SIT അറിയിക്കുകയും ചെയ്യുന്നത്.